ഒരു വ്യക്തിക്ക് പുറം ലോകമായിട്ടുള്ള ഒരു കാര്യം അറിയാം, ഞാൻ പുറം ലോകത്ത് ആരാണ് എന്നറിയാമെങ്കിൽ ആ വ്യക്തിക്ക് ഒരിക്കലും ജയിലിൽ സമാധാനത്തോടെ ഇരിക്കാൻ കഴിയില്ല. പക്ഷേ ആ ജയിലിനകത്തിരിക്കുന്ന ക്രിമിനലിൻ്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോയെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരുന്ന് കുത്തിവെച്ചു, അതിലൂടെ ആ ജയിലിനകത്തുള്ള ക്രിമിനൽ മറന്നു പോവുകയാണ് ഞാൻ ആരാണെന്നും എന്താണെന്നും എവിടെ നിന്നാണ് വന്നതെന്ന് എങ്കിൽ ആ വ്യക്തിക്ക് ഒരിക്കലും ആ ജയിലിൽ നിന്ന് പുറത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. അതേപോലെ തന്നെയാണ് ബ്രഹ്മദേവൻ സൃഷ്ടിയിലൂടെ എന്തു ചെയ്യുന്നു? ആദ്യം തന്നെ ഈ ഭൗതിക ലോകത്ത് വരുന്ന ആ ജീവാത്മാവിൻ്റെ ഉള്ളിൽ അജ്ഞാനമാകുന്ന ആ ഒരു തമസ് നിറയ്ക്കുന്നു. അതിലൂടെ നമ്മുടെ കണ്ണിന് തിമിരം ബാധിക്കുന്ന രീതിയിലാണ്, ഒന്നും കാണാൻ കഴിയില്ല. നമുക്ക് എല്ലാം അന്ധകാരമായിട്ട് ആത്മാവിൻ്റെ യഥാർത്ഥ അറിവുകളെല്ലാം മറഞ്ഞിരിക്കുകയാണ്. അന്നേരം ഇതിനെക്കുറിച്ച് ആചാര്യന്മാർ പറയുന്നുണ്ട്, ഇത് തന്നെയാണ് മായാദേവിയുടെ ഉപകരണങ്ങൾ. മായാദേവിയെ ബ്രഹ്മദേവൻ സഹായിക്കുക. എങ്ങനെ? ആദ്യം നമ്മുടെ അറിവിനെ മറയ്ക്കും, എന്നിട്ട് ഈ ലോകത്ത് ഒരുപാട് ആസ്വാദനമുണ്ട് എന്നുള്ള രണ്ടാമത്തെ ആവരണം. ഈ രണ്ടാവരണമാണ് ഉള്ളത്. നമ്മുടെ അറിവിനെ ആവരണം ചെയ്യുന്നു, കവർ ചെയ്യുന്നു. അതിനുശേഷം ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട ആസ്വാദനത്തിലേക്ക് നമ്മളെങ്ങനെ വലിച്ചു കൊണ്ടുപോകും, പുള്ളി ചെയ്തുകൊണ്ടിരിക്കും, വലിച്ചു കൊണ്ടുപോകും. അന്നേരം ഈ ഒരു അജ്ഞാനമാകുന്ന തമസിനെ അകറ്റുന്ന വ്യക്തിയാണ് ഗുരു. അന്നേരം നമ്മുടെ ഉള്ളിലെ നഷ്ടപ്പെട്ട അറിവിനെ ആവരണം ചെയ്ത് വെച്ചിരിക്കുക. അന്നേരം തിമിരം ബാധിക്കുന്നത് കണ്ണിൻ്റെ മുകളിലാണ്. അന്നേരം ആ തിമിരത്തെയാണ് മാറ്റേണ്ടത്, കണ്ണ് മാറ്റേണ്ട ആവശ്യമില്ല. അന്നേരം നമുക്ക് എല്ലാ അറിവുകളും ഉണ്ട്, ആ അറിവിനെ കവർ ചെയ്ത് വെച്ചിരിക്കുക. അന്നേരം ഗുരു എന്ത് ചെയ്യുന്നു? ആ അജ്ഞാനത്തെ മാറ്റുന്നു, നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അറിവുകൾ നൽകുന്നു. നമ്മൾ ആരാണെന്ന്, നമ്മൾ എവിടെ നിന്ന് വരുന്നു എന്ന് പറഞ്ഞു നൽകുകയല്ല, അതിനെക്കുറിച്ചുള്ള സാക്ഷാത്കാരം ആ വാക്കുകളിലൂടെ ആ ആധ്യാത്മിക ശക്തി നമുക്ക് നൽകും. അതിലൂടെ നമുക്ക് തിരിച്ചറിവ് ലഭിക്കും നമ്മൾ ആരാണെന്ന്. അന്നേരം ഒരു വാക്കല്ല അത്. എങ്ങനെയാണോ ബ്രഹ്മദേവൻ അജ്ഞാനത്തിൻ്റെതായിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ നമുക്ക് കുത്തിക്കയറ്റുന്നത്, അതേപോലെ ഗുരു പുതിയൊരു ഇഞ്ചക്ഷൻ തരുവാണ്, ജ്ഞാനത്തിൻ്റെ. ദിവ്യജ്ഞാൻ ഹൃദയ പ്രകാശിതോ. അന്നേരം അതീന്ദ്രിയ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുകയാണ്. അന്നേരം ആ അതീന്ദ്രിയ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു നമ്മൾ ആരാണെന്നും എന്താണ്. പക്ഷേ അടുത്തതാണ് ഏറ്റവും വലിയ ചലഞ്ച്. മായാദേവിയുടെ ആവരണം രണ്ടുണ്ട്. എന്താണ്? അറിവിനെ മറയ്ക്കുന്നു, പിന്നെ ഭൗതിക വിഷയത്തിലേക്ക് നമ്മളെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നു. പക്ഷേ പരിശുദ്ധ ഭക്തർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആവരണങ്ങളെ മറികടന്നവർ, മായാദേവിയെ അതിജീവിച്ചവർ, അവരെയാണ് പരിശുദ്ധ ഭക്തർ എന്ന് പറയുന്നത്. അന്നേരം ഇതിനെ നമുക്ക് മറികടക്കണമെങ്കിൽ ഗുരു പരമ്പരയുടെ അനുഗ്രഹം. എങ്ങനെ? ആദ്യത്തത് നമുക്ക് ഏകദേശം കിട്ടും. ഏതാ? നമ്മുടെ ഉള്ളിലെ അജ്ഞാനത്തെ ഗുരു അകറ്റും അതീന്ദ്രിയ ജ്ഞാനത്തിലൂടെ. പക്ഷേ ഭൗതിക വസ്തുവകകളോടുള്ള ആകർഷണത്തെ അത് നമ്മൾ മാറ്റിയെടുക്കണം. എങ്ങനെ? ഗുരു പറഞ്ഞു നൽകും, ഇത് താൽക്കാലികമാണ്, ഈ വസ്തുവകകളോട് ആകർഷണം കുറയ്ക്കൂ, ബന്ധുമിത്രാദികൾ ഇതൊന്നുമല്ല യാഥാർത്ഥ്യം. നമ്മുടെ ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ബന്ധങ്ങൾ ഇതല്ല യാഥാർത്ഥ്യം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ ജീവിതം. എങ്കിലേ മായയിൽ നിന്ന് പുറത്തു വരാൻ പറ്റും, എങ്കിലേ ഭക്തി യഥാർത്ഥ ഭക്തിയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ കാണും.